ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒത്തിരി പ്രയോജനപ്രദമായ ഒരു കൊച്ചു കാര്യമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും ജന്മദിനമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും? തീർച്ചയായും ഇത് കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജന്മദിനമോ അവരുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമോ ഇന്നായിരിക്കാം. ഇനി അതല്ല, അടുത്ത ദിവസങ്ങളിലോ ഈ വർഷത്തിലെ ബാക്കി ദിവസങ്ങളിലോ ഒക്കെയാകാം. പക്ഷേ വിഷയം അതൊന്നുമല്ല. ജന്മദിനം എന്ന് വന്നാലും അന്നേ ദിവസം നാം പൊതുവെ ആശംസിക്കാറുള്ളത് ഹാപ്പി ബർത്ത്ഡേ എന്നാണല്ലോ. അത് സാധാരണമായ ഒരാശംസയാണ്. എന്നാൽ ഇനി മുതൽ അതിനൊപ്പം നമുക്കൊരു പ്രാർത്ഥന കൂടി നൽകിയാലോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ജന്മദിനത്തിൽ ആശംസ അർപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. സംഗീത പുസ്തകം 6-ാം അധ്യായം 24-26 ആണ് അപ്രകാരം ഒരു പ്രാർത്ഥനയുള്ളത്. അഹ്റോനോടും പുത്രന്മാരോടും പറയാനായി കർത്താവ് മോശയോട് അരുളി ചെയ്ത പ്രാർത്ഥനയാണ് അത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. എത്ര നല്ല പ്രാർത്ഥനയും ആശംസയും അല്ലേ? ഈ പ്രാർത്ഥന മനോഹരമായി രൂപകൽപ്പന ചെയ്ത് ആശംസകൾ നേർന്നുകൊണ്ട് അയച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഇനി മുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് ഇങ്ങനെയൊരു ആശംസ നേർന്നാലോ? ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇനി മുതൽ പ്രിയപ്പെട്ടവരുടെ ജന്മദിനത്തിന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യുന്നതോടൊപ്പം ഈ വചനം കൂടി പറഞ്ഞ് ആശംസ നേരണേ. ചിലപ്പോൾ അവർ നമ്മളെ കളിയാക്കിയേക്കാം. എന്താ, നീ വിശുദ്ധിയാകാൻ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ജന്മദിനത്തിന് ഞാനൊരിക്കൽ അവളെ ഇങ്ങനെ വിഷ് ചെയ്തപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എന്താ പ്രാർത്ഥിച്ച് നിനക്കിപ്പോൾ വട്ടായോ? ജന്മദിനത്തിന് പോലും നീ വചനമാണോ ഞങ്ങൾക്ക് അയച്ചു തരുന്നതെന്ന്. സാരയില്ല, വചനം ഒരിക്കലും വെറുതെയാകില്ല. കളിയാക്കലുകളൊക്കെ നല്ലതാണ്. 100 ഇരട്ടി ഫലം പുറപ്പെടുവിക്കുന്നതാണ് വചനം. ദൈവവചനം പറയുന്ന നമ്മളും കേൾക്കുന്ന അവരും വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ. ഈ വചനം അനുഗ്രഹമായി നമ്മിലേക്കും അവരിലേക്കും മാറട്ടെ. അപ്പോൾ വചനമൊക്കെ മൊബൈലിൽ എഴുതി വിഷ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജായി ഈ വചനം പറഞ്ഞും ആശംസ നേരാമല്ലോ. അങ്ങനെ ചെയ്താലും മതി. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കണേ. എല്ലാവരിലും ഈ ഒരു ബോധ്യം നിറയട്ടെ. ഇനിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങളൊക്കെ വ്യത്യസ്തമായ ആശംസകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളുടെയോ ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ ഒക്കെ ജന്മദിനം വരുമ്പോൾ അവരെ വിഷ് ചെയ്യാനായി നമ്മളവരെ ഫോൺ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ അയക്കുന്ന സമയത്ത് നമുക്ക് ഈ വചനം കൂടി അവരോട് പറയാം. ഓർത്ത് വെച്ചോളൂ. സംഗീത പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നതാണ്: കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഇതാണ് കേട്ടോ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.